ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതിനുശേഷം കുറച്ച് ചെറിയ റോസ് പെറ്റൽ, നമ്മുടെ വെൽവെറ്റിൻ്റെ അല്ല സാറ്റിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്, എൻഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബീഡ്സ് കോർത്തെടുക്കണം. നമുക്ക് ഇപ്പോൾ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ലെയർ ആയിട്ടാണല്ലോ കിട്ടാറ്. അപ്പോൾ ഒരു ലെയറിൽ ഏകദേശം ഒരു 2 ലെയർ നമുക്ക് വേണ്ടി വരും. അപ്പോൾ 2 ലെയർ കോർത്തെടുക്കുക. അല്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന വയറിന് കുറച്ച് നീളം കൂട്ടിയെടുക്കുക. നീളം കുറച്ചെടുക്കരുത്, കാരണം ഇടയ്ക്ക് വെച്ച് അത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റി ചെയ്യാൻ വീണ്ടും പാടാം. അതുകൊണ്ട് എടുക്കുന്ന വയർ കുറച്ച് ലെങ്തിൽ എടുക്കുക. ഒരു ഒന്നൊന്നര ലെയർ, ഒരു ലെയറും ഒരു ഹാഫ് ലെയറും കൂടെ കോർത്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഹെയർ ബാൻഡിൽ ടൈ ചെയ്യുക. അപ്പോൾ ഞാനത് ബീഡ്സ് ഓരോന്നോരോന്ന് കോർത്തെടുക്കാൻ പഠിച്ചിട്ട് ആ ഒരു ലെയർ അങ്ങനെ തന്നെ വെച്ച് ആ ത്രെഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാതെ മെറ്റാലിക് നമ്മുടെ വയർ വെച്ചിട്ട് അതിലോട്ട് കയറ്റിയെടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ. അല്ലെങ്കിൽ ഓരോരോ ബീഡ്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പറക്കി ചെയ്യണ്ടേ. അതിന് മടിച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ത്രെഡിലിരിക്കുന്ന ബീഡ്സിനെ അതുപോലെ വെച്ച് കോർത്തെടുക്കുന്നതാണ്. അതാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് എടുക്കുന്ന കളേഴ്സിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് ഫ്ലവേഴ്സ് എടുത്ത് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വൈറ്റിന് പല കളർ നമുക്ക് മാച്ചിങ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലവേഴ്സും എടുക്കാം. അതിനുശേഷം കണ്ടല്ലോ, ഇതുപോലെ കോർത്തെടുത്തതിൻ്റെ ഒരു എഡ്ജിൽ ഒരു ബീഡ്സ് കൊണ്ട് ലോക്ക് ചെയ്തെടുക്കുക. അടുത്ത എഡ്ജ് നമുക്ക് ഹെയർ ബാൻഡിൽ ടൈ ചെയ്യാം. എൻഡ് ടേപ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ടൈ ചെയ്തെടുക്കുന്നു. നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും എൻഡ് ടേപ്പ് യൂസ് ചെയ്യുക, അതാണ് കാണാനൊരു ഭംഗി. കണ്ടോ, ഒരു സൈഡിൽ ഞാൻ നേരത്തെ ബീഡ്സ് കോർത്തു ടൈ ചെയ്തു. അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് ടൈ ചെയ്യുക, അതാകുമ്പോൾ ഇളകി വരത്തില്ല. അതിനുശേഷം ബീഡ്സ് ഇനി ഇത് ചുറ്റി എടുക്കുക. ഞാനിവിടെ 2 ബീഡ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് 4 mm ബീഡ്സാണ് കേട്ടോ. 4 mm ബീഡ്സ് 2 വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി എടുക്കുക. നമുക്ക് ഏത് വരെയാണോ നമ്മൾ ഇപ്പോൾ സെൻറ്ററിൽ ഞാൻ ഒന്നുകിൽ ഫ്ലവർ ആദ്യമേ പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക, അല്ല എങ്കിൽ നമുക്ക് ഏത് വരെയാണ് നമ്മൾ ആ ഫ്ലവേഴ്സ് കൊടുക്കുന്നത് അതുവരെ നമ്മൾ ചുറ്റിയെടുക്കുക. ഇതുപോലെ ചുറ്റി എടുക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു ഗ്യാപ്പ് കാണാൻ പാടില്ല, അത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ ടൈറ്റായിട്ട് ചുറ്റിയെടുക്കുക. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഏകദേശം ഞാൻ സെൻറ്റർ നമുക്ക് എവിടെയാണോ നിർത്തേണ്ടത് അതുവരെ ഞാൻ ഇതുപോലെ ചുറ്റി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി ഒയറിന് നിർത്തിയിരിക്കുക. കണ്ടോ, ഇനി ഞാൻ അടുത്ത് ഈ ഫ്ലവേഴ്സ് ഡയറക്റ്റ് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഫെൽറ്റ് ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇനി ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടല്ലോ, ഇനിയും നല്ല ലെങ്ത് ഉണ്ട് ചെയ്യാനായിട്ട്. കണ്ടല്ലോ, അപ്പോൾ അത്രയും ലെങ്ത് ഉള്ളത് കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്തിൽ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. ബീഡ്സ് കുറവാണെങ്കിലും എളുപ്പമാണ് ചെയ്യാൻ. ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇനി ഈ ഫ്ലവേഴ്സ് അതിലേക്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് ഏത് ഫ്ലവർ വേണം, എങ്ങനെയുള്ള വെറൈറ്റി, എത്ര വെറൈറ്റിയിലുള്ള ഫ്ലവേഴ്സ് വേണോ നമുക്കത് ചൂസ് ചെയ്യാം. കണ്ടോ, അടുത്ത് ഈ ഫ്ലവേഴ്സ് കുറച്ച് ആ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഈ ബ്ലാക്ക് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമ്മൾ ഹെയറിൽ വയ്ക്കുന്ന നമ്മളെ ഹെയറിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് എന്തെങ്കിലും പുറത്ത് കാണാമെങ്കിൽ അത് പുറത്ത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ബ്ലാക്ക് ആകുമ്പോൾ ഒട്ടും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്ലാക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബ്ലാക്ക് ഇല്ലെങ്കിൽ വേറെ ഏത് കളർ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ വലുതായിട്ട് പുറത്ത് അറിയില്ല, പക്ഷേ പുറത്താണെങ്കിൽ കാണാൻ പറ്റിയാൽ വൈറ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. കണ്ടോ, ഇതുപോലെ എടുക്കുക. ഇനി ബാലൻസ് ആ 4 എഡ്ജ് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതിയാവും. കണ്ടല്ലോ, എല്ലാത്തിൻ്റെയും 4 എഡ്ജ് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് ഈ ബാക്കിലോട്ട് പുറത്തേക്ക് കാണുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലവേഴ്സിൽ തട്ടരുത്, എങ്കിൽ എല്ലാം ഫുൾ ഉരുകി പോവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ കുറച്ച് കുറച്ച് പുറകിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി നല്ല നീറ്റാക്കി എടുക്കുക.
അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നില്ലേ ആ ഫ്ലവർ നമ്മളുടെ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ പേസ്റ്റ് ചെയ്ത് അവിടെ നേരത്തെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ മെറ്റാലിക് വയറിന് കുറച്ച് ലെങ്തിൽ ചുറ്റി അങ്ങ് ഇട്ടു. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ ബാലൻസ് നമുക്കിനി കോർത്ത് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കിയോ, കണ്ടോ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെയൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ഇളകി വരത്തില്ല. ഇനി അതിനുശേഷം ബാലൻസ് ഉള്ള എന്ത് ചെയ്യുക, ഇതുപോലെ നന്നായിട്ടൊന്ന് ബാലൻസ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അവിടെ ഗ്യാപ്പ് നമ്മൾ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്യല്ലോ, ആ സ്ഥലത്ത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഈക്വൽ ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്ത് നിർത്തുക. അതിനുശേഷം ബാലൻസ് വരുന്ന ആ വയറിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതൊരു ചെറിയൊരു ഫെൽറ്റ് ഷീറ്റാണ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഈ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കുറച്ചൊരു വീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നില്ലേ ആ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഫ്ലവറിൻ്റെ പുറകിലേക്ക് നമ്മളുടെ ആ ഫ്രെയിമിന് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ. അപ്പോൾ ഇനി അത് ഇളകി വരികയോ അവിടെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവോ ഒന്നും വരത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ് ഏറ്റവും നല്ലതാണ് അവിടെ. അതിനുശേഷം നമ്മുടെ ഫ്ലവേഴ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചെയ്തതല്ല, വാങ്ങിയതാണ്. അത് ആ ചെറിയ ഫ്ലവേഴ്സ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചാൽ മതി. അവർ ഫ്ലവർ വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു ഭംഗി പറഞ്ഞാൽ. ഈ ഫ്ലവർ ഇല്ല എങ്കിൽ നമുക്ക് സ്റ്റോൺസോ ബീഡ്സോ ഒക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനവിടെ സ്റ്റോൺസ് പിന്നെ ഞാൻ ഒത്തിരി സ്റ്റോൺസും ബീഡ്സും വയ്ക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയായി കഴിഞ്ഞു. കണ്ടല്ലേ, ആ ഒരു ഫ്ലവേഴ്സൊക്കെ വെച്ചപ്പോൾ ആ ഒരു എടുപ്പ് വന്നു അവിടെ. ഇനി ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബീഡ്സും ഒരു സ്റ്റോൺസും കൊടുത്താൽ മതി. അല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റോൺസും ബീഡ്സും ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. സെൻറ്ററിലേക്ക് കളർ സ്റ്റോൺസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതിന് പകരം ക്ലിപ്പ് സ്റ്റോണില്ലേ, നമ്മൾ കളർ ക്ലിപ്പ് സ്റ്റോൺ കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതും കൊടുത്ത് നമുക്ക് നല്ല മനോഹരമാക്കാം. കണ്ടല്ലോ, അത് കൊടുത്തു കഴിയുമ്പോഴേക്കും ആ ഒരു ഭംഗി എടുത്തു വരും ആ ഒരു ഹെയർ ബാൻഡിൻ്റെ. വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുത്തതാണ്. അതിനുശേഷം പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനേക്ക് ലൈറ്റർ വെച്ച്, ഞാൻ പറഞ്ഞ ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഉരുകി പോകരുത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത് ക്ലോസർ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. നമ്മളിങ്ങനെ കാണുന്നതിനേക്കാളും ഇതൊക്കെ ഹെയറിൽ വയ്ക്കുന്നതിന് ഏറ്റവും ഭംഗി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.